നവ മാധ്യമങ്ങളിൽ വ്യൂസ് കിട്ടാൻ വേണ്ടി ചില പൊടിക്കൈകൾ പ്രയോഗിക്കാറുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ ചില വാർത്തകൾ സൃഷ്ടിക്കുന്നത്. BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിൽ എന്തെല്ലാമോ സംഭവിക്കാൻ പോകുന്നു, എന്തെല്ലാമോ പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ അത് മുഖ്യധാര മാധ്യമങ്ങൾ പോലും തട്ടിവിടുമ്പോൾ മറ്റുള്ള മീഡിയകളെ കുറിച്ച് പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതിനെല്ലാം അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ BJP പരാജയപ്പെട്ടതാണ്. അവിടെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും CPIM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJP നേതൃത്വം കൊടുക്കുന്ന നാഷണൽ ദേശീയ ഐക്യവും NDAയും മത്സരിച്ചിരുന്നു. അവിടെ NDA 2ാം സ്ഥാനത്താണ് വന്നത്. LDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. 1ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി വരികയും ചെയ്തു. അവിടെയാണ് BJP-യിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു, ഒരു അഗ്നിപർവ്വതം പൊട്ടാൻ പോകുന്നു എന്ന നിലയിലുള്ള പ്രചരണങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്നത്. ഒരു നിയോജക മണ്ഡലത്തിലെ പ്രശ്നം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇത്രയധികം പ്രചരണങ്ങൾ നടത്തുന്നത്. അവിടെ അത് BJP-യുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ല. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരിക്കൽ പോലും BJP വിജയിച്ചിട്ടുമില്ല. അവിടെ നഗരസഭയിൽ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. എങ്കിൽ തന്നെയും ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ജയസാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് ചില മാധ്യമങ്ങളും അല്ലെങ്കിൽ ഒരു പരിധിവരെ BJP-യും വിശ്വസിച്ചിരുന്നു. അവിടെ BJP 2ാം സ്ഥാനത്തെത്തി. ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. ഏകദേശം 18,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അവിടെ LDF-ന് 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞില്ല. 2ാം സ്ഥാനത്ത് എത്തിയത് BJP-യാണ്. അവിടെ CPIM ഒരു സ്വതന്ത്രനെ, കോൺഗ്രസ് വിട്ടുവന്ന ഒരു സ്വതന്ത്രനെ, ആ മണ്ഡലത്തിൽ സ്വീകാര്യനായ ഒരു സ്വതന്ത്രനെ നിർത്തി മത്സരിപ്പിച്ചെങ്കിലും ജയിച്ചില്ല എന്ന് മാത്രമല്ല, 2ാം സ്ഥാനത്ത് പോലും എത്തപ്പെടാൻ കഴിഞ്ഞില്ല. ഒരു മത്സരത്തിൽ ഒരു ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് ആ സ്ഥാനാർത്ഥിയെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ആ മണ്ഡലത്തിലുള്ള സ്വീകാര്യതയാണ്. 1. 2 എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത. പിന്നീടുള്ളത് എതിർ സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത, എതിർ സ്ഥാനാർത്ഥിയെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്വീകാര്യത, പിന്നെ അവിടെ ജാതി മത സമവാക്യങ്ങൾ. ഇതെല്ലാം ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജയിക്കുന്നതിലേക്ക് വഴിതെളിക്കുന്നതിന് സഹായകരമായ ഘടകങ്ങളാണ്. അവിടെ ഇപ്പോഴും ആരോപണം നിലനിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമി, SDPI, പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി, ഇവരുടെയെല്ലാം വോട്ടുകൾ ഇപ്രാവശ്യം കോൺഗ്രസിന് ലഭിച്ചു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് കോൺഗ്രസിന്റെ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തങ്ങൾ വിജയിച്ചതെന്ന്
പറയാൻ കോൺഗ്രസിന് കഴിയില്ല. അതുപോലെ തന്നെ BJP മുന്നണി രണ്ടാം സ്ഥാനത്ത് വന്നത് അവിടെയും മതേതരത്വം പിടിച്ചുകൊണ്ടാണെന്ന് പറയാനാവില്ല. പിന്നെ ഉള്ളത് മൂന്നാം സ്ഥാനത്തേക്ക് തടയപ്പെട്ട ഇടതുപക്ഷ മുന്നണിയാണ്. ആ ഇടതുപക്ഷ മുന്നണിക്ക് തങ്ങൾ ഉയർത്തിപ്പിടിച്ചത് മതേതരത്വമാണ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും എത്രയൊക്കെ മതേതരത്വം പ്രസംഗിച്ചാലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ശത്രുവിന്റെ വോട്ട് പോലും അല്ലെങ്കിൽ അന്യന്റെ വോട്ട് തങ്ങളുടെ പാക്കറ്റിൽ എത്തുന്നതിന് വേണ്ടി മതേതരത്വം ഒക്കെ മാറ്റിവെക്കുന്നത് സാധാരണ തെരഞ്ഞെടുപ്പിൽ പതിവാണ്. അവിടെ വോട്ട് തങ്ങളുടെ പോക്കറ്റിലാക്കാൻ വേണ്ടി വർഗീയ കക്ഷികളെ പ്രണയിപ്പിക്കണമെങ്കിൽ അത് ചെയ്യും. കാരണം അവരുടെ വോട്ട് ജയിക്കുന്നതിന് ആവശ്യമാണ്. ആ ഒരു തിയറി ഉൾക്കൊണ്ടുകൊണ്ടാവാം SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും എല്ലാം വോട്ട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു, നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. BJP രണ്ടാം സ്ഥാനത്തെത്തി. അവിടെ എങ്കിലും അവിടത്തെ ആ പോര് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് അവിടെ BJP സ്ഥാനാർത്ഥിത്വം പരാജയപ്പെട്ടതെന്നും അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് പറ്റിയെന്നും ഒക്കെയാണ് ഇപ്പോൾ ഉയർത്തിവിടുന്ന ആരോപണങ്ങൾ. എന്തായാലും ഇതിനു മുമ്പും പലപ്പോഴും ഇത്തരം ആരോപണങ്ങൾ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിലായാലും അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായിട്ട് BJPക്ക് ഒരു ലോക്സഭാ സീറ്റ് ലഭിച്ചു. തൃശൂർ ലോക്സഭാ സീറ്റ് ലഭിച്ചത് അത് BJPയുടെ മഹാത്മ്യം കൊണ്ടാണെന്ന് പറയാനും വയ്യ. അവിടെ സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥി അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി അല്ലെങ്കിൽ 10 വർഷമായി ആ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള ജനോപകാരപ്രദമായ കാര്യങ്ങൾ, ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, ജനങ്ങളോടുള്ള സമീപനം, വളരെ ജനങ്ങളുടെ എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ അത് സഹാനുഭൂതിയോടെ അത് തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സഹായിക്കുന്ന ഒരു മനോഭാവം സുരേഷ് ഗോപിക്കുണ്ടായിരുന്നു. തൃശ്ശൂരിലെ എല്ലാ കാര്യങ്ങളിലും സുരേഷ് ഗോപി ഓടിയെത്തുമായിരുന്നു. അത് രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, സമുദായം നോക്കാതെ ആയിരുന്നു അദ്ദേഹം ഓടിയെത്തി അദ്ദേഹത്തെ കൊണ്ട് ഒക്കുന്ന സഹായങ്ങൾ ചെയ്തു പോകുന്നത്. അതെല്ലാം കൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂര് ഇത്ര വളരെയധികം വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത്. അത് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് BJP ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് BJPയുടെ വിജയം അല്ല എന്ന് പറയാനാവില്ല. BJPയുടെ ലേബലിൽ BJPയുടെ ചിഹ്നത്തിൽ നിന്ന് തന്നെയാണ് സുരേഷ് ഗോപി മത്സരിച്ചതും ജയിച്ചതും. അക്കാര്യത്തിൽ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. ഇപ്പോൾ BJPയിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന മട്ടിലുള്ള പ്രചരണം മാധ്യമങ്ങൾ അഴിച്ചുവിടുന്നു. അത് മുഖ്യധാരാ മാധ്യമങ്ങളാണ്. മറ്റൊരു വാർത്തയും നിങ്ങൾ കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിലാണോ ഇത്തരം വാർത്തകൾ കെട്ടിച്ചമച്ച് വിടുന്നത് എന്നത് പരിശോധിക്കേണ്ടതാണ്. ഇത്തരം വാർത്തകൾ, പ്രത്യേകിച്ചും പുതിയ മാധ്യമ പ്രവർത്തകർ കൊണ്ടുവരുന്ന വാർത്തകൾ, അത് അപ്പടിയെന്ന് അതിൽ എന്തെങ്കിലും മാധ്യമ മൂല്യമുണ്ടോ,
മൂല്യാധിഷ്ഠിത പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത്? ആ സൃഷ്ടിക്കപ്പെടുന്ന വാർത്തകളാണോ കൊണ്ടുവരുന്നത് എന്നെല്ലാം ആ എഡിറ്റോറിയൽ ബോർഡിൽ, പ്രത്യേകിച്ചും പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി അതിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന നിലയിൽ ഡെസ്കിൽ ഇരിക്കുന്നവർ അത് പരിശോധിക്കണം, ഇനിയെങ്കിലും പരിശോധിക്കണമെന്നും അതിന്റെ മൂല്യാധിഷ്ഠിതമായ പത്രപ്രവർത്തനത്തിന് മൂല്യാധിഷ്ഠിതമായ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മൂല്യാധിഷ്ഠിതമല്ലാത്ത വാർത്തകളൊക്കെ തിരസ്കരിക്കുന്ന നിലയിലേക്ക് ഡെസ്കിൽ ഇരിക്കുന്നവരുടെ ചിന്താഗതി, പ്രവർത്തന പാരമ്പര്യം, പത്ര മൂല്യത നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.